തിരുമേനി, രഹസ്യങ്ങളൊക്കെ പുറത്താക്കിയിട്ട് വന്നിരിക്കണു ഏഭ്യൻ. ശരി ശരി, താൻ ഇല്ലത്തേക്ക് എന്നോളൂ. അങ്ങോട്ട് വരിക. ഉഗ്രപിശാചിനിയായ ധൂമാവതി, സംഹാരമൂർത്തിയായ വടയക്ഷിണി, രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ? അപമാനം. അവന്റെ അശ്രദ്ധ കൊണ്ട് രക്ഷസിന് മായയായി മാറാൻ സാധിച്ചു. അല്ലായിരുന്നെങ്കിലോ മതിയാക്കും. കൂടുതൽ ശക്തി ആർജിച്ച് വീണ്ടും വരും. ഞാൻ വിളിക്കാം. കൊച്ചമ്മയും കുട്ടികളും ഈ രക്ഷായന്ത്രങ്ങൾ ധരിച്ചോളൂ. ശത്രുബാധകളൊന്നും ഇനി ഉണ്ടാവില്ല. മോളെ കാർത്തികേ, നീ വല്ലാണ്ട് പേടിച്ചു പോയോ? അയ്യോ, കൊച്ചമ്മ ഇതെല്ലാം കണ്ട് വിഷമിക്കാണ്ടിരിക്കൂ. ഇനി ഒരാപത്തും ഉണ്ടാവില്ല. ശരീരത്തിൽ നിന്ന് രക്ഷായന്ത്രം നഷ്ടപ്പെടാണ്ട് സൂക്ഷിച്ചോളൂ. ഞാൻ പോയി വരാം കൊച്ചമ്മേ. ചൂരക്കാട്ടിലത്തെ യക്ഷിക്കാവ്. ചൂരക്കാട്ടില്ല. എന്താണാവോ ശങ്കിച്ചു നിൽക്കുന്നത്? അകത്തേക്ക് വരാമല്ലോ. ആരാണത്? വാതിക്കൽ നിന്നുകൊണ്ടാണോ ആളിനെ അന്വേഷിക്കുന്നത്? അകത്തേക്ക് വരാൻ ഭയമാണോ? ആർക്ക്? എനിക്കോ ഭയം? സാഹസമല്ലേ കുമാര നീ കാട്ടിയത്? നീ വടയക്ഷിണിയുടെ വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരാധനാമൂർത്തികളെ ഉള്ളൊഴിഞ്ഞ് ധ്യാനിച്ചോളൂ. മാറി നിൽക്കും. എനിക്ക് വിശക്കുന്നു. നിന്നെ ഞാൻ ചാമ്പല.
കുമാര നിൽക്കൂ. പുത്തൂര മഹാമാന്ത്രികന് ഈ ഒളിച്ചുകളി വേണ്ടായിരുന്നു. നീ എന്തിനിവിടെ വന്നു? ഗരുഡ മന്ത്രങ്ങളും ഹനുമൻ മന്ത്രങ്ങളുമൊക്കെ ഫലിക്കാണ്ടാവുന്ന ഘട്ടങ്ങളുണ്ടെന്ന് ഓർത്തോളൂ. കരുതി ജീവിക്കുക നിനക്ക് നല്ലത്. ഭയപ്പെടുത്തുകയാണോ? നിന്നെ ഭയപ്പെടുത്തുക മാത്രമല്ലടാ നമ്മുടെ ലക്ഷ്യം. നിന്റെ സിദ്ധികളും പുത്തൂർ തറവാടിന്റെ മാന്ത്രിക പാരമ്പര്യവും നാം നശിപ്പിക്കും നിശ്ചയ. ഗരുഡ സേവ ഒഴികെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാണ്ടിരുന്നാൽ നോം നിന്നെ വെറുതെ വിട്ടേക്കാം. എന്തു പറയണോ? എടാ ചൂരക്കാട്ട് പട്ടേരി, നീ നോക്കിക്കോ. നിന്റെ ദുർദേവതകളെ മുഴുവൻ ഞാൻ ബന്ധിക്കും. നിന്നെ ഞാൻ ഭ്രാന്തനാക്കും. എന്റെ പിതൃക്കളാണ് സത്യം. എന്തു പറ്റി പാർവതി ഇങ്ങോട്ടൊന്ന് വരാൻ? എന്തെങ്കിലും കാര്യമുണ്ടാവും. കാര്യം ഉണ്ടായിട്ട് തന്നെയാ വന്നത്. കൊട്ടാരത്തിന്റെ കാര്യം. കൊട്ടാരത്തിന്റെ കാര്യം പറയാൻ നീ ആരാ? തറവാട്ട് മാന്ത്രികൻ മാത്രമാ കൊട്ടാരത്തിന്റെ അധികാരി. നിങ്ങൾ തമ്മിൽ വഴക്കിടാതെ കുട്ടികളെ. കാര്യം എന്താണെന്ന് പറയൂ ശേഖര. പപ്പുവമ്മാവന്റെ കാലം മുതൽ കൊട്ടാരത്തിലെ പൂജകളും അടിയന്തരങ്ങളും നേരാവണ്ണം നടക്കുന്നില്ല. കൊട്ടാര വസ്തുക്കളുടെ ആദായം പുത്തൂർ ശാഖക്കാർക്ക് സമ്പാദിക്കാനുള്ളതല്ല. ഇന്നു മുതലുള്ള ആദായം കളീക്കൽ ശാഖയ്ക്ക് വിട്ടുതന്നേക്കാം. എന്താ നീ എന്നെ പരിഹസിക്കുകയാണോ? കൊട്ടാര വസ്തുക്കൾ തറവാടിന്റെ പൊതുമുതല. വഴക്കിടാനാണോ ശേഖര നമ്മളിവിടെ വന്നത്? അമ്മ വരൂ. ഒരു മഹാമാന്ത്രികൻ. ഇവനെ മര്യാദ പഠിപ്പിക്കാൻ മറ്റു മാർഗമുണ്ടോന്ന് ഞാൻ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീയല്ല, നിന്റെ അച്ഛനോടല്ലോ വൈരമന മാധവം പറ്റി. അയാൾ കുഴി നെയ്തിട്ടൊന്നും നടക്കില്ല. നീ ഒന്ന് അടങ്ങ്. കുമാരശ്ശേരി മരിച്ചു. എനിക്ക് വലിവ് കൂടുതലാണ് അമ്മച്ചി. ഇനി ആ അടുക്കളയിൽ നാണിക്കുട്ടി നിൽക്കട്ടെ, കുറച്ച് വലിയ ലക്ഷ്മിക്കുട്ടി നോക്കട്ടെ. കരിമുകിലൻ പൂവേണി ഇളം കാറ്റൻ മധുവാണി, കരിമുകിലൻ പൂവേണി ഇളം കാറ്റൻ മധുവാണി, മതിമുഖമൻ താമ്പാളം മരചുണ്ട് താമ്പൂലം. എന്നെയോ നശിപ്പിച്ചു എന്റെ അനിയത്തി ലക്ഷ്മിക്കുട്ടി. എട്ടും പൊട്ടും തിരിയാത്ത പാവം പെണ്ണ്. അവളെ ചീത്തയൊക്കെല്ലാം മുന്നേ ഉച്ചിതമ്പിയാകുന്നൊരു പുരുഷനാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിന്നെയും കൊന്ന് ഞാനും ചാവും. അയ്യോ കാർത്തികേയനെ. നാണിക്കുട്ടി, നാണിക്കുട്ടി, പുലകുളി കഴിഞ്ഞാൽ ഉടനെ നീ അങ്ങ് വരുമെന്നാ ഞാൻ നനച്ചത്. എന്റെ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മച്ചി. അമ്മയെ നോക്കാൻ ഞാനേ ഉള്ളൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. കാർത്തികേയനെയും അങ്ങോട്ട് പോരട്ടെ. വേണ്ടായേ, ഞങ്ങൾക്ക് പുത്തൂരെ ചേവകം മതിയായേ.